അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? തുടങ്ങിയേക്കാം. ഞാൻ പറയാന്ന് എന്ത് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നു. നിന്നെ കഥ എന്താ പറയാ? കഥ എന്താ പറയാ? ഇന്ന് നിന്റെ കഥയാണ്. നീയാണ് ഇന്നത്തെ മെയിൻ ആള്. ഉള്ളി കയറുന്നു അങ്ങനെയാണ്. കഥ പറ. എന്താ നിന്നെ അവിടെ നിന്ന് ഇറക്കി മതി ചെയ്തേക്കുന്ന കഥ പറയാൻ വേണ്ടിട്ട് എന്തെങ്കിലും നീ വന്നൊരു കഥ ഉണ്ടെന്ന് എല്ലാരും വരുന്ന എല്ലാരും പറഞ്ഞേക്കുന്നത് ഞാൻ വന്നിട്ടൊന്നുമില്ല. ഇല്ലേ? അല്ല നമുക്ക് കഴിഞ്ഞ ദിവസം സംസാരിച്ച അത് സംസാരിക്കാമല്ലോ. ഇവനോട് ചോദിക്കാമല്ലോ. നമുക്ക് ആ ലൈഫിൽ എന്തേലും ഉണ്ട് ഇവിടെ വന്നിട്ട് നിനക്ക് ഉണ്ടായ ഇത് മുസ്ലാനിൽ വന്നിട്ടുണ്ടായ എന്തെങ്കിലും ബുദ്ധിമുട്ട്? മാനേജറാണോ? നിനക്ക് ഓൾറെഡി അവൻ കഴിഞ്ഞു ടോക്സിക് മാനേജർ. എനിക്ക് ടോക്സിക് മാനേജർ ഉണ്ടാവില്ല. പിന്നെ ആരായിരുന്നുണ്ടായിരുന്നു? ടോക്സിക് ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാ അതിനെ കുറിച്ച് പറ. ഓക്കെ അതങ്ങനെ പറഞ്ഞു കൊടുക്കണ. സ്ഥലവും പേരും നാളും. പക്ഷെ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അതെങ്ങനെ മനസ്സിലാവും? പവർഫുൾ ശരിയായില്ല. ടോക്സിക് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉള്ളതല്ലേ? ടോക്സിക് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉള്ളതല്ലേ? അതൊക്കെ എല്ലാവർക്കും ഊഹിച്ചറിയാലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രേതം കയറി. അതിന്റെ ഫ്രണ്ട്സ് ലൈഫ് പറ്റി പറഞ്ഞു. എന്റെ കിട്ടിയതൊക്കെ കഥ ഇത്രയും നല്ല കൂട്ടുകാരെ കിട്ടിയത് അത് പറയാണ്ടിരിക്കാൻ നല്ലത്. എന്നെ കിട്ടിയ കഥ പറയടാ. നിന്നെ കിട്ടിയ കഥയാ? നിന്നെ നാട്ടിന്ന് കിട്ടിയത്. നല്ല കഥയാ. ഇവനെ ഏത് ക്ലാസ് പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് നീ കണ്ടുപിടിച്ചത്? തെറ്റണെങ്കിൽ തിരുത്തിട്ടാ. നീ ഫസ്റ്റ് എപ്പ കണ്ടു? നിനക്ക് പറയാലോ. ഏകദേശം നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്? ഞങ്ങൾ കണ്ടത് പ്ലസ് ടു പഠിക്കുമ്പോഴാണ്. സെന്റ് ആന്റണീസ് അന്ന് പ്രൊമോഷൻ സ്കൂളിൽ ഗ്രൂപ്പിലടാ ടീച്ചറുടെ അന്ന് ഞങ്ങള് സെയിം ബാച്ച്. ഞങ്ങളായിരുന്നു ആ സ്കൂളിലത്തെ ഹയർ സെക്കൻഡറി സെക്കൻഡ് ബാച്ച് അല്ലെ? ഹയർ സെക്കൻഡറി സ്റ്റാർട്ട് ചെയ്തിട്ട് സെക്കൻഡ് ജസ്റ്റ് ഒരു സീനിയേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങക്ക് ഹയർ സെക്കൻഡറി സെക്ഷനോ സ്കൂളോ ഒന്നും ഉണ്ടാവില്ല. ഞങ്ങള് ആദ്യത്തെ 2-3 ആഴ്ച ഞങ്ങളുടെ ക്ലാസ് ഇറങ്ങിയപ്പോ പള്ളി വരാതിൽ നിന്നിട്ടാ പഠിക്കുന്നതാണ്. ഞങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടൊന്നും ഇതാവാത്ത കാരണം ഞങ്ങൾ സെറ്റ് ആയിട്ടില്ലായിരുന്നു. എനിക്ക് ക്ലാസ് എടുക്കാൻ പാകത്തിനുള്ള സെറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പൊ പള്ളി വരാന്തി ആയിരുന്നു. അങ്ങനെ നിങ്ങൾ എത്ര ഏകദേശം ഒരു 50 പിള്ളേര്? 50 ഉണ്ടാവുന്നില്ല സ്റ്റാർട്ടിങ്ങിൽ. കുറവായിരുന്നു. 50 പിള്ളേര് പിന്നെ ഉണ്ടായ ഓർമ്മയില്ല. ഹാഫ് ബോയ്സ് അങ്ങനെയായിരുന്നു. സ്കൂളിലും ബോയ്സ് ആയിരുന്നു, ഗേൾസ് കുറവായിരുന്നു. റേഷ്യോ കുറവായിരുന്നു. ബോയ്സിന് റേഷ്യോ കുറവായിരുന്നു. ബോയ്സിന് റേഷ്യോ കൂടുതലായിരുന്നു. ബോയ്സ് കൂടുതലായിരുന്നു, റേഷ്യോ കുറവായിരുന്നു. സോറി. അപ്പൊ വേറെ ക്ലാസ്സിലേക്ക് പോകാലോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. സംഭവിക്കും. അങ്ങനെ ആരാന്ന് പറയില്ല. അങ്ങനെ പോണതൊക്കെ ഉണ്ട്. ആരാണോ? നമുക്ക് അത് വേണ്ട. ഇത് ഇങ്ങനെ കണ്ടുമുട്ടി ഞാൻ കൂടി അവിടെ 2 ഇതുള്ളോ, 2 സ്ട്രീമുള്ളോ. ഒന്ന് സയൻസും ഒന്ന് കൊമേഴ്സും. ഒന്നുമില്ല കൊമേഴ്സ്. ഞങ്ങള് സയൻസ്, കൊമേഴ്സ്. ഇത്രയുള്ള 2 ബാച്ചുള്ളൂ അവിടെ. അങ്ങനെ അങ്ങനൊരു എങ്ങനെയാ നമ്മള് കണ്ടേ? ക്ലാസ്സിലടാ. പക്ഷെ അന്ന് ഇവന് ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിട്ടായിരുന്നു. ഇതേപോലെ ഒന്നും എന്താ പറയാ, അത് മറ്റേ ചെരുപ്പൊക്കെ ഇല്ലായിരുന്നു. ചാട്ടൻ ചെരുപ്പ് മറ്റേ 6 ഉണ്ടാവില്ല. അന്നല്ല പ്ലസ് 2 പ്ലസ് 1 അതല്ല. പ്ലസ് 1 ആള് ഇത് ഇത്ര ഉണ്ടാവുള്ള
ഒരു കുഞ്ഞു പൊടിയുള്ളൂ. കുഞ്ഞു പൊടി ഇങ്ങനെ കുഞ്ഞു പൊടി ഇങ്ങനെ നടന്നു വരും. ഒരു വെള്ള പൊട്ട് അല്ല ചന്ദനം എണ്ണയില് കുളിച്ച് പരത്തി വെച്ചിട്ടൊക്കെയല്ലോ എല്ലാ ആള്. ഞാൻ നിന്നെ കണ്ടത് പറയും. ഞാൻ ഫോട്ടോ അറ്റാച്ച് ചെയ്യും അപ്പുറത്ത്. ഈ ഫോട്ടോസ് അറ്റാച്ച് ചെയ്യണം കൂടെ. ഫസ്റ്റ് നടന്നു ആ ഒരു എണ്ണയൊക്കെ പരത്തി വെച്ച് ചന്ദ്രനൊക്കെ തട്ടുള്ള ഫോട്ടോസ് അതെന്തായാലും പക്ഷെ ഞങ്ങളുടെ അന്നത്തെ കോലുള്ള ഫോട്ടോ ആണെങ്കിൽ എവിടെയെങ്കിലൊക്കെ തപ്പി കഴിഞ്ഞാൽ കിട്ടും. കോല ഇല്ലല്ലോ. ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഇവനെങ്ങനെ നടന്നു വരുന്നു? മറ്റേ എണ്ണയൊക്കെ ചാലിച്ച് പൊടിയൊക്കെ അങ്ങനെ ഇവൻ അന്ന് ഞങ്ങള് കണ്ടപ്പോ ഞങ്ങൾ ഇത്ര വലിയ ക്ലോസ് വേറെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ഞാൻ വേറെ ഫ്രണ്ട് സർക്കിൾ കൊറേ ബാച്ച് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. നമ്മള് ചൂസ് വൈസ്ലി ആണല്ലോ. ഇവരങ്ങനെയല്ല. അവന് പറയണ്ട ലക്ഷ്മി കാണണം. അവര് കാണുന്നവരാ. അതെ ശരിയാ. സർക്കിൾ പറയണ്ട പേര്. അതെ. അങ്ങനെ പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോ പിന്നെ ഞങ്ങള് രണ്ടുപേരും പിന്നെ ഒരേ ബസ്സിലായി. അങ്ങനെയായി. പിന്നെ ഞങ്ങള് ഒരേ ദിക്കിക്ക് യാത്ര. ഒരേ ബസ് കേറുന്ന ബസ് ഒരെണ്ണം, പോണ ബസ് ഒരെണ്ണം, വരുന്ന പോകുന്നു ഒരേ ബസ്. പിന്നെ ബസ്മേറ്റ് ആയി, ക്ലാസ്മേറ്റ് ആയി, ഫ്രണ്ട്സ് ആയി. അങ്ങനെ അതിനുശേഷം പ്ലസ് ടു കുറച്ചുകൂടെ സ്ട്രോങ് ആയി ഫ്രണ്ട്ഷിപ്പ്. പ്ലസ് വണ്ണിനേക്ക് മാറി. നിങ്ങൾ വേറെ ഞങ്ങള് വേറെ സർക്കിൾ ആവല്ലേ. നീ പഴയ സർക്കിളിൽ നിന്നോണ്ടാണ് നീ കളിയെല്ലാം. ഞങ്ങള് രണ്ട് സർക്കിളും ചെറുതായി മെർജായ പോലെ. ക്ലാസ് മൊത്തം ഏകദേശം മെർജായ പോലെ എല്ലാരും സെയിം വൈബ് അല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ പ്ലസ് ടു ഒക്കെ ആയപ്പോഴേക്കും ആള് പിന്നെ വേറെ ലൈനായി തുടങ്ങി. പതുക്കെ കുറച്ചും കൂടി ആ ലൈനല്ല മറ്റേ എണ്ണയൊക്കെ മാറി മുടിയൊക്കെ പിന്നെ ചന്ദനൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവിടെ ചന്ദനം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അത് മാറി ചന്ദനം തൊട്ടിട്ട് വീട്ടിലോള് എങ്ങനെയൊക്കെയാണെങ്കിലും ചന്ദനം തൊട്ടിട്ട് മുടിയൊക്കെ മാറ്റി സ്റ്റൈലൊക്കെ ആക്കി. മറ്റേ പണ്ടത്തെ ഫാഷൻ ഇങ്ങനെ അടി ഇങ്ങനെ ഇതാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ പിന്നെ ഞങ്ങളുടെ യൂണിഫോമിന്റെ കളർ തന്നെ ഭയങ്കര കളറായിരുന്നു. മറ്റേതായിരുന്നു ഒരു ലാവൻഡർ പിങ്ക് ലാവൻഡർ കളറ്. പക്ഷെ ലാവൻഡർ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയുടെ പിങ്ക് പോലത്തെ കളർ. ഒറിജിനൽ ലാവൻഡർ അല്ല, ഒരു പിങ്കിഷ്. എന്നിട്ട് ഷർട്ടിന് ആ ലാവൻഡറിന്റെ ഒപ്പം വെള്ള വര മാത്രമല്ല, വേറെ ഒന്നുമില്ല. പാന്റ് ആ പിങ്ക്. ഓ ചാത്തൻ കളറ് പാന്റ് പിങ്ക്. അതിനൊപ്പം എന്തിട്ടാലോ ഒരേപോലെ. ഞങ്ങളുടെ സീനിയേഴ്സിന്റെ യൂണിഫോം അതിനൊക്കെ അടിപൊളിയാണ്. ഓരോ ബാച്ചിനും സെപ്പറേറ്റ് എല്ലാ കൊല്ലവും പുതിയ ബാച്ചിന് മാറും. ഞങ്ങളുടെ ജൂനിയേഴ്സ് സെപ്പറേറ്റ് അല്ല. ഞങ്ങൾ ജൂനിയേഴ്സിന് അതും കുഴപ്പമുണ്ടായില്ല. ഇത് ഏതാണ്ട് ഞാൻ ഇതിനു വേണ്ടി നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തലണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഓർമ്മയുണ്ട്. എല്ലാരും ഞങ്ങൾക്ക് ഫുൾ സ്ലീവ് അറ്റ്ലീസ്റ്റ് ഫുൾ സ്ലീവ് തരാൻ പറഞ്ഞു. പിന്നെ സ്കിൻ ഫിറ്റ് അടിക്കാൻ പാടില്ല. അന്ന് സ്കിൻ ഫിറ്റ് ആണല്ലോ ട്രെൻഡ്. അന്നത്തെ ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നു. ആ കഥ പറയാം. വലിയ കഥയാണോ? അല്ലല്ല, പെട്ടെന്ന് പറയാം. ഓണത്തിന്റെ കഥ ഫുള്ള് പറയണ്ട, ഡീറ്റെയിൽ ആയിട്ട്. ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഓണത്തിന് ഭയങ്കര വിഷയം. അതെ, ഓണത്തിന് വരെ പ്രിൻസിപ്പൾ വിളിച്ചുകൊണ്ടുപോയിട്ട് ഓണത്തിന് എന്നെ പ്രിൻസിപ്പൾ വിളിച്ചുകൊണ്ടുപോയിട്ട് തല്ലുണ്ടാക്കി എന്തോ അവിടെ ഇട്ടുണ്ടായി. അപ്പൊ പ്രിൻസിപ്പൾ വന്ന് നോക്കിയപ്പോ പ്രിൻസിപ്പൾ എന്നെ മുന്നേ അറിയായിരുന്നു ചില കാര്യങ്ങൾ. ചോട്ടമ്പല് കയറില്ലേ ജയിലിയുടെ കുറെ ആൾക്കാരെ ഫോട്ടോ അതിലൊരാളാക്കി ഫോട്ടോ ഉണ്ടായിരുന്നു സ്റ്റാഫ് റൂമില്. ഫോട്ടോ ഒന്നല്ല. അപ്പൊ അന്ന് പ്രിൻസിപ്പള് ഞങ്ങള് പ്ലസ് ടു പഠിക്കുമ്പോ പ്രിൻസിപ്പളിന്റെ ആദ്യത്തെ വർഷമായിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പൾ. അപ്പൊ എന്താ പറയാ, മുന്നെന്തോ പ്രശ്നം ഉണ്ടായിട്ട് എന്നെ പ്രിൻസിപ്പളിന് കണ്ടുപരിചയുണ്ട്. ബാക്കി പ്ലസ് വൺ പ്ലസ് ടുലെ പിള്ളേർ ബാക്കി പ്ലസ് വൺ പ്ലസ് ടു പേരെന്തായിരുന്നു? വർഗീസ് മാഷ അല്ല, വർഗീസ് അല്ലേ? വർഗീസ് ഞാൻ തോന്നുന്നു. വർഗീസ് ആണെന്ന് തോന്നുന്നു. കാണണ്ടെങ്കിൽ ഹായ് ഹായ്.
ഓർക്കുന്നുണ്ടോ ഞങ്ങളെ? അങ്ങനെ അവിടെ ഫോട്ടോ വരെ ഉണ്ട് പിന്നെ ഓർക്കാതിരിക്കും. ഫോട്ടോ ഉള്ളവനത്. സോറി. അങ്ങനെ എന്നിട്ട് ഓണത്തിന്റെ പരിപാടിയുടെ ഇടയില് തല്ലിന്റെ ഇടയില് പ്രിൻസിപ്പളിന് കണ്ട് മുഖപരിചയം വന്നത് തന്നെ മാത്രം. ഈ തല്ല് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൾ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാനാകെ പെരിങ്ങിയില്ലേ ഇതുണ്ടായപ്പോ. ഞാൻ ചെന്ന് എനിക്കറിയില്ല മാഷേ ഞാൻ എന്താ സംഭവം അറിയില്ല. ഞാൻ അവിടെ അങ്ങനെ ചെന്ന് പെട്ടുപോയതാന്നൊക്കെ പറഞ്ഞ് അവസാനം അതിന്ന് ഒഴിവായി. അങ്ങനെ ഓണ സെലിബ്രേഷന് വലിയ പ്രശ്നമൊക്കെ ആയി. ആകെ തല്ലായി ബഹളായി ജൂനിയേഴ്സ് ആയിട്ട്. അങ്ങനെ നടക്കുമ്പോ ഞാൻ ടീച്ചറുടെ ഇടയിൽ കൊട പിടിച്ചു കൊടുക്കും. ടീച്ചറി മാഷിന്റെ ഇടയിൽ നടക്കുമ്പോ ഇവൻ കൊട പിടിക്കുന്നു. അവിടെ അന്ന് വടംവലി നടക്കുക. അപ്പൊ ഇങ്ങനെ വടംവലി കണ്ടിട്ട് ടീച്ചറിന് ജഡ്ജിന് ഇങ്ങനെ കൊട പിടിച്ചിരിക്കല്ലോ. ഇപ്പം വടംവലിക്കാന്ന് വന്നില്ല പ്ലസ് ടു കാലില് ഇവിടെ. എന്തിന് ഞാൻ ചെയ്യാറല്ലേ ചെയ്യാറ് വലിക്ക. പിന്നെ അല്ല അന്ന് വലിക്കാൻ പറ്റിയ ആവേശമായിരുന്നല്ലോ എല്ലാവർക്കും. അല്ല അന്ന് പ്രിൻസിപ്പളിന്റെ ക്യാബിനെ കേട്ട് പുള്ളി എന്നാ പറഞ്ഞത് അത് കംപ്ലീറ്റ് ആയില്ല. പുള്ളി എന്നോട് ചോദിച്ചു ആരാടാ പ്രശ്നം ഉണ്ടാക്കി എന്താ പ്രശ്നം ഉണ്ടായെന്നൊക്കെ ഞാൻ ചോദിച്ചു. നമ്മളെപ്പോഴും പിള്ളേരുടെ സൈഡല്ലേ നിൽക്കുള്ളൂ. അത് കാരണം ഞാൻ ഒന്നും വിട്ടു പറഞ്ഞില്ല. ഞാൻ പതുക്കെ എസ്കേപ്പ് ആയി. പിന്നെ എനിക്കും പ്രിൻസിപ്പളിന്റെ അടുത്ത് അന്ന് മുഖാമുഖം സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലാവുന്നില്ല ഞാനും. മുഖത്തേക്ക് അധികം അടുക്കാൻ പറ്റില്ല. ഞാനല്ലോ നീ കൊട അവൻ കൊട പിടിച്ചിരിക്കണതിനും കാരണം അല്ല അതാണ് പിന്നെ പ്രശ്നമായി. പിന്നെ വ്യത്യസ്ത ക്ലാസ് ചെയ്തിട്ട് ഞാൻ അറിഞ്ഞത് ഭാഷ വ്യത്യാസം. പലരും ഇവിടെ ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കാതാണല്ലേ ഒരു എളുപ്പില്ലാതെ നിൽക്കാതെ കൊട പിടിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവല്ലേ ടീച്ചർമാരുടെ അടുത്ത് ടീച്ചറെ സുഖല്ലേ അങ്ങനെ ഞാൻ വായില്ലല്ലേ ഞാൻ തിരില്ലല്ലോ. അന്നും കൊടയുണ്ട് ഇന്നും കൊടയുണ്ട്. കൊടയുണ്ട് ഇപ്പൊ പുള്ളി കൊട കൈ മാറ്റത്തില്ല. അങ്ങനെ പല പല കാര്യങ്ങൾ. എന്നിട്ട് മാഷിന്റെ മറ്റേ ഇതൊക്കെ ഉണ്ടായി. മറ്റേ ഇതില് ഒരു വീഡിയോ കണ്ടൊരു മാഷില്ലേ ഞാൻ പറഞ്ഞില്ലേ മാർക്ക് കുറച്ച കള്ളൻ വീടായാണത്. പുള്ളി മറ്റേ മാസൊക്കെ ഇട്ട് പോയി ദിവസം. ആരാ അന്നല്ലേ തല്ലുണ്ടാക്കാനായിട്ട് അവനെ ആരും വിളിച്ചു കൊടുത്തിട്ട് പുള്ളി പിള്ളേരെത്തില്ല. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ഓണം സെലിബ്രേഷൻ ലാസ്റ്റ് പ്ലസ് ടു ഓണം സെലിബ്രേഷൻ അങ്ങനെ പൊളി. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ഇവന്റെ വീട്ടിലേക്ക് ഞാൻ പോകും, ഇവന്റെ വീട്ടിലേക്ക് വരും. അങ്ങനെ ഫ്രണ്ട്സായി. പിന്നെ ഞാൻ അങ്ങോട്ട് പോന്നു. അതായത് നമുക്ക് ഒരേ ഇത് വൈബ് സെറ്റ് ആവാതെ നമ്മളെ അതുണ്ടാവുള്ളൂ. അപ്പൊ വൈബ് സെറ്റ് ആയപ്പോ പ്ലസ് ടുവിന്റെ സമയം പ്ലസ് 1 പ്ലസ് 2 കൂടിയാണ് നിങ്ങൾ സെറ്റ്. അതെ അതിനുമുമ്പ് നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. അതിന് മുമ്പ് കണ്ടിട്ടില്ല. പ്ലസ് 1 പ്ലസ് 2 ആണപ്പോ നിങ്ങൾ കണ്ടുമുട്ടി വൈബ് സെറ്റ് ആക്കി ഫ്രണ്ട്സ് ആയി. പിന്നെ നിങ്ങൾ ഇവിടെ വന്നു. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു തന്റെ കൂടെ. എന്ത് വിധി ഇത് നല്ല ആൾക്കാരുടെ കൂടെ വന്ന് പെട്ടിരിക്കുന്നു. അതെ എന്താ അതൊക്കെ തന്നെയാണ് കണ്ടുമുട്ടിയ കഥകൾ. ഇനിയുണ്ട് കഥകൾ കുറയുണ്ട്. കഥകളുണ്ട് പുറത്തു വിടുന്നില്ല. ഇത് പറയാൻ പറ്റില്ല കുറെ കഥയൊക്കെ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മറ്റേ ഇതൊക്കെ ഉണ്ട് സർട്ടിഫൈഡ്. സർട്ടിഫൈഡ് ഞാൻ പറയില്ല. സർട്ടിഫൈഡ് മാത്രല്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലവർക്ക് അതെ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ചിലവർക്ക് പറയുന്നൊന്നും എല്ലാം പറയും. മുഖത്തടിച്ചു. അതെ നമുക്കൊരു പിന്നെയായിട്ടുള്ള അതില്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. അല്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ. കാരണം കുറെ പേർക്ക് പിന്നെ പോയിട്ട് പരിപാടി ഉണ്ടല്ലോ ഫേസ് ടു ഫേസ്. അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കാവോ വീട്ടിൽ അതായത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയ കഥ. ഇനിയും കുറെ ആൾക്കാരെ കണ്ടുമുട്ടും നമ്മൾ ഇനി അങ്ങനെ പല പല ആൾക്കാരെ കഥകളൊക്കെ. അതെ വീണ്ടും അതേപോലെ ഇവിടെ എന്തോരം കൂടെ നടന്നിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കഥകൾ നീ പറയണം. പുള്ളി പാലിക്കാതെ പുറത്ത് പറയും. അത് ഞാൻ മുറിച്ചിട്ട ബന്ധങ്ങളാ വരുന്ന തന്നെ കഥയായിട്ട് ഒരുപാട് കഥ. ഇവിടെ അതിന് കുറെ കഥ പറയും. ഇന്നലെയൊക്കെ രാത്രി ഫുള്ള് കഥയോട് ഇന്നലെ കഥ എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. ഇന്നലെ കഥ പോയി പിന്നെ കറങ്ങി തെളിഞ്ഞ് വേറെ വന്നു. അങ്ങനെ വന്നു ടൂറിന്റെ ഒരു ടൂറ് ജനയില് ഒട്ടനവൻ ഇവരിതിന്റെ വേണ്ടാത്ത കഥയൊക്കെ പറയണേ. ഐശ്വര്യല്ല ടെക്സ്റ്റ് ചെയ്യുമ്പോണ്ട് ഐശ്വര്യ
അത് ശരി. എന്താ ആരാ ഐശ്വര്യ? ഐശ്വര്യല്ല ഐശ്വര്യ ഉണ്ടായിരുന്നോ? ഇല്ല ഐശ്വര്യ ഇല്ല ഐശ്വര്യം ഉണ്ടായില്ല. ഐശ്വര്യം ഉണ്ടായിരുന്നു. ഐശ്വര്യം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞ. ഐശ്വര്യമല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു. ഐശ്വര്യം അതിന്റെ ഐശ്വര്യം ഇപ്പൊ കാണാണ്ട്. അപ്പൊ ഇനി നമുക്ക് അധികം അതെ അടുത്ത കഥയൊക്കെ വരാം. മഴയൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ എന്നാ ഓടിയാലോ? അവിടെ നീ ഒരെണ്ണം പിടിച്ചോ, ഞാൻ അത് പിടിച്ചു. ഇത് പിടിച്ചോ, ഒരെണ്ണം മതി. എല്ലാം ഫയർ ചെയ്യണ്ട നമുക്ക്. ഇത് പിടിച്ചിട്ട് ഓടണം ഇങ്ങനെ. ആദ്യം നമുക്ക് ഫയർ പിടിച്ചോ. മതി വെറുപ്പിച്ചിട്ട് നല്ലപോലെ വെറുപ്പിച്ചിട്ട്. അപ്പൊ 3, 2, 1 ഓടിക്കോ. എന്താടാ ഇത്?